ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജി ക്വിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്ന വിഷയങ്ങൾ ബേസ് ദിയാക്കോൺ, സങ്കീർത്തി, മോണ്ടളം, കൽക്കുരിശ്, ചുറ്റുമതിൽ എന്നിവയാണ്. ബേസ് ദിയാക്കോൺ ദേവാലയ ഘടനയിൽ പുരാതന കാലങ്ങളിൽ കണ്ടുവന്നിരുന്ന ഏറെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ബേസ് ദിയാക്കോൺ. ബേസ് മാമോദീസായിൽ മാമോദീസ പരികർമ്മം ചെയ്യുന്ന വേളയിൽ സൈത്തും തൈലവും വെച്ചിരുന്നത് ഇവിടെയാണ്. ബേസ് ദിയാക്കോണയുടെ വടക്ക് കിഴക്കേ മൂലയിൽ പരിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പം, ലഹ്മ തയ്യാറാക്കുന്നതിനായി ഒരു അടുപ്പ് ഉപയോഗിച്ചിരുന്നു. മലബാർ സഭയിൽ ചിലയിടങ്ങളിൽ മദ്ബഹയുടെ മുകളിലെ തോറായിലും ഇപ്രകാരം അപ്പം ഉണ്ടാക്കിയിരുന്നുവെന്ന് പോർച്ചുഗീസ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സങ്കീർത്തി ദൈവാരാധന പരികർമ്മം ചെയ്യാനുള്ള വസ്തുക്കൾ എല്ലാം സൂക്ഷിക്കുന്നത് സങ്കീർത്തിയിലാണ്. ആരാധനാക്രമ വസ്ത്രങ്ങൾ, വിശുദ്ധ പാത്രങ്ങൾ, തക്സാകൾ എന്നിവയെല്ലാം ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. സങ്കീർത്തിക്ക് 3 വാതിലുകൾ ഉണ്ട്. ഒന്നാമത്തേത് മദ്ബഹയുടെ വടക്കേ ഭിത്തിയിലും, രണ്ടാമത്തേതും മൂന്നാമത്തേതും സങ്കീർത്തിയിൽ നിന്നും വരാന്തയിലേക്കും ഹൈക്കലയിലേക്കും പ്രവേശിക്കാവുന്ന വിധത്തിലും ക്രമീകരിച്ചിരുന്നു. ഹൈക്കലയിലേക്ക് തുറക്കുന്ന വാതിലിലൂടെയാണ് ആരാധനാക്രമ സമയത്ത് വൈദികനും ശുശ്രൂഷികളും ബേമയിലേക്ക് വന്നിരുന്നത്. മോണ്ടളം മലബാർ സഭയിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിൽ പള്ളിയുടെ പടിഞ്ഞാറ് വശത്താണ്. ഇതിന് ആനവാതിൽ എന്ന് പറയാറുണ്ട്. ആനവാതിലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഭാഗമാണ് മോണ്ടളം. നാടകശാല എന്നും മോണ്ടളം അറിയപ്പെടുന്നു. പ്രധാന നടവഴിയാണ് മോണ്ടളത്തിലേക്ക് കയറുന്നത്. പരിശുദ്ധ കുർബാനയിൽ അയോഗ്യരെ, മാമോദീസ മുങ്ങാത്തവരെ പറഞ്ഞയക്കുന്ന സമയത്ത് അവർ ഇവിടെയാണ് നിൽക്കുന്നത്. ആരാധനാക്രമ സമയം ഒഴികെയുള്ള സമയത്ത് യോഗങ്ങൾ കൂടാൻ വേണ്ട മോണ്ടളവും വശങ്ങളിലെ വരാന്തകളും ഉപയോഗിച്ചിരുന്നു. മോണ്ടളം ബേസനിയ ബഥാനിയയുടെ പ്രതീകമാണ്. കൽക്കുരിശ് കേരളത്തിലെ നസ്രാണി പള്ളികളുടെ ഒരു തനത് പ്രത്യേകതയാണ് പള്ളിമുറ്റത്ത് പടിഞ്ഞാറ് വശത്തുള്ള കരിങ്കൽ സ്ലീവാകൾ. കുരിശിൻ്റെ തറയിൽ എണ്ണവിളക്ക് കത്തിക്കാനുള്ള സൗകര്യം ഇതിൽ ഉണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന പ്രദക്ഷിണങ്ങൾ കുരിശിൻ്റെ ഇടതുവശത്തുകൂടി വന്ന് സ്ലീവായെ വണങ്ങി വലതുവശത്തുകൂടി വലം വെച്ചതിന് ശേഷം പള്ളിയുടെ വലതുവശത്തുകൂടി വന്ന് ഇടതുവശത്ത് എത്തുകയും തുടർന്ന് പ്രധാന നടയിൽ കൂടി പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സാധാരണയായി 8 മുഖങ്ങളുള്ള 8 പട്ടമായാണ് ഈ സ്ലീവായുടെ തറ നിർമ്മിക്കുന്നത്. 8 പട്ടം നിൽക്കുന്നത് 4 വശങ്ങളുള്ള തറയിലാണ്. ബേസ് സ്ലീവായിലെ പ്രധാന സ്ലീവായ്ക്ക് ചുറ്റും 7 സ്ലീവായകൾ ചിലയിടങ്ങളിൽ കാണാറുണ്ട്. ചുറ്റുമതിൽ പള്ളിക്ക് ചുറ്റും ഉയരത്തിലുള്ള കോട്ടമതിൽ നസ്രാണി പള്ളികൾക്ക് ഉണ്ടായിരുന്നു. ഇത് ആനയുടെ പോലെ നല്ല ഘനമുള്ള മതിൽ ആയിരുന്നതിനാൽ ആനമതിൽ എന്നും വിളിക്കപ്പെടുന്നു. പള്ളിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളും പ്രധാന കവാടത്തിൽ പടിപ്പുര മാളികയും എണ്ണവിളക്കുകൾ കത്തിക്കുവാനായി കൽവിളക്കുകളും കോട്ടമതിലിൽ ഉണ്ടായിരിക്കും. സാധാരണയായി വെട്ടുകല്ലിലാണ് കോട്ടമതിൽ നിർമ്മിക്കുന്നത്. പള്ളി അങ്കണത്തിൻ്റെ സംരക്ഷണത്തിനായി വലിപ്പമുള്ള കോട്ടമതിലുകൾ ആയതുകൊണ്ടാണ് ഇവയെ ആനമതിൽ എന്ന് വിളിക്കുന്നത്. നന്ദി.